ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഓണമൊക്കെ ഇങ്ങ് എത്താറായി. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ദിവസം ഓണസദ്യയിലേക്ക് ആവശ്യമുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഓലനാണ് ചെയ്യണത്. ഓലൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ ഒന്ന് കഴുകി ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഓലൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് നമുക്കുണ്ടല്ലോ വൻപയർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് വൻപയർ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വേവിച്ച വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഉണ്ടല്ലോ, അതും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 വലിയ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലയും അതുപോലെ ഉപ്പും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കില്ല കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകിയതിൻ്റെ 2ാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്നാണ് കേട്ടോ ഈ ഒരു കുമ്പളങ്ങയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരേണ്ടത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. കുമ്പളങ്ങയൊക്കെ തീരെ കനം കുറച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇതുണ്ടോ, ഇതിപ്പോൾ പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിൽ ആയി കിട്ടിയാൽ മതി കേട്ടോ. തീരെ അങ്ങോട്ട് വെന്ത് ഉടഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്നാണ് കേട്ടോ ഈ ഓലൻ. ഇനി ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ ഒത്തിരി സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് തിള വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിത് അനക്കാതെ മൂടി വയ്ക്കാം കേട്ടോ. എന്നിട്ട് എടുക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ ഒരു നല്ലൊരു മണവും ഒക്കെ കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ഇത് നമ്മൾ ഒത്തിരി അങ്ങോട്ട് കുറുക്കിയെടുക്കില്ല. ഈ ഒരു പാകത്തിനാണ് കേട്ടോ ഇരിക്കേണ്ടത്. ഇത് കുറച്ച് സമയം ഈ ചട്ടിയുടെ ചൂടിലിരുന്ന് ഒന്നും കൂടി തിക്കായി വരും കേട്ടോ. അങ്ങനെ ഓലൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.